സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇതിനു മുമ്പ് 3-4 സ്ഥലങ്ങളിൽ പ്രജാപിത ബ്രഹ്മകുമാരീസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ജഗതീശ്വരാനുഗ്രഹം ഉണ്ടായി. അവിടെയെല്ലാം വളരെ സാധാരണ മനുഷ്യനായ ഗോപാലകൃഷ്ണന് നൽകിയ സ്നേഹവും ആദരവും ഞാൻ അർഹിക്കുന്നതല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ഏത് എൻഗേജ്മെൻറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ വരികയാണെങ്കിലും കഴിയുന്നതും മാറ്റി നിർത്താൻ ജഗതീശ്വരൻ സഹായിക്കാറുമുണ്ട്. ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ജീവാത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും അതിൽ ഈ ജ്യോതിർലിംഗങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും എനിക്കറിയാവുന്ന വിധത്തിൽ പായസം കഴിച്ചവരുടെ മുമ്പിൽ ഉറക്കാതെ പറയാൻ ഞാൻ ശ്രമിക്കാം. മാത്രമല്ല, പണ്ടൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇതുപോലെയുള്ള സ്റ്റേജിൽ നിന്നാ സംസാരിക്കാം. കഴിഞ്ഞ വർഷം നടന്ന് കൈലാസത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. തിരിച്ചു വന്ന ഉടനെ നടന്ന് അമർനാഥിലേക്ക് പോയി. തിരിച്ചു വന്ന് ഏതാനും ദിവസം കഴിഞ്ഞ് അതേപോലെ ബദ്രീനാഥിലേക്ക് പോയി. അങ്ങനെ 3-4 യാത്രകൾ കഴിഞ്ഞ് മാവോ സേതുങ്ങിനെ കാണാൻ ചൈനയിലേക്ക് പോയി. അവിടെ ചൈനീസ് വൻമതിലിൽ കയറി വഴിതെറ്റി ഒരു 6-7 കിലോമീറ്റർ നടന്ന് ഈ 5 യാത്രകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ശരീരഭാരം താങ്ങണില്ല. അതുകൊണ്ടാണ് ഇരുന്ന് ക്ലാസ് എടുക്കാൻ എന്നോട് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കുറച്ച് മാസങ്ങൾ കൂടി ഇരുന്ന് ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇതിപ്പോൾ ഇവിടെ വിളമ്പിയത് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നടന്ന് കൈലാസത്തിലേക്ക് പോകാനും അമർനാഥിലേക്ക് പോകാനും കിട്ടിയ ഭാഗ്യം അത് പുസ്തക രൂപത്തിൽ എഴുതാനും സാധിച്ചിട്ടുണ്ട്. 7-8 എഡീഷനായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടി അനുഭൂതി മനസ്സിൽ വെച്ചുകൊണ്ട് വിവരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഉത്ഭവത്തിൻ്റെ 75ാം വാർഷികത്തിൽ പ്ലാറ്റിനം ജൂബിലി ആചരിക്കുന്ന വേളയിൽ ഉദ്ഘാടനം 4:30 മണിക്ക് നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ 2 മണിക്ക് പ്രഭാഷണം നടത്താൻ ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയപ്പോൾ തോന്നിയ സംതൃപ്തി ആദ്യം ഒന്ന് വിവരിക്കാം എന്ന് വിചാരിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചെന്നെത്തണം എന്ന സിസ്റ്റർ അവിടെ ഇരുന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. നല്ലൊരു വരിയായിട്ട് എനിക്ക് തോന്നി. ഭാരതത്തിൽ മാത്രം ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന ചിന്തയില്ല. ശബരിമലയിലെ 18 പടികൾ കയറി നേരെ നോക്കിയാൽ കാണുന്നത് തത്വം അസി, തത്ത് അത്,
ത്വം നീ അസി ആകുന്നു, തത്വമസി ആ ചൈതന്യം നീ തന്നെയാകുന്നു. നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും. ആ ചൈതന്യം എന്നിൽ ഇരിക്കുന്നിടത്തോളം കാലം പ്രജ്ഞാനം ബ്രഹ്മ, അവയർനെസ്സും കോൺഷ്യസ്നെസ്സും എന്നിലുണ്ട്. ഋഗ്വേദത്തിലെ 1-ാം ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്തിൻ്റെ അവസാനം പറയുന്നു പ്രജ്ഞാനം ബ്രഹ്മ. യജുർവേദത്തിൻ്റെ ഉപനിഷത്തായ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു അഹം ബ്രഹ്മാസ്മി. സാമവേദത്തിൻ്റെ ഉപനിഷത്തായ ഛാന്തോക്യോപനിഷത്തിൽ പറയുന്നു തത്വമസി. അഥർവവേദത്തിൻ്റെ ഉപനിഷത്തായ മുണ്ടകോപനിഷത്തിൽ പറയുന്നു അയമാത്മാ ബ്രഹ്മ. ഈ 4 തൂണുകളിലാണ് ഭാരതത്തിൻ്റെ പൈതൃകം നിലനിൽക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. അത്യന്താധുനിക ബയോകെമിസ്ട്രി എടുത്താലും ഫിസിക്സ് എടുത്താലും കെമിസ്ട്രി എടുത്താലും അതിൽ എവിടെയാണോ ആ ശാസ്ത്രശാഖ അവസാനിച്ചു നിൽക്കുന്നത് അവിടെ നിന്ന് ആ വിഷയം ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഭാരതത്തിലെ ഈ 4 വാക്കുകൾ വേണം. Where the ultra modern science has come to an abrupt end, there starts ancient Indian Upanishadic philosophy. എവിടെയാണോ അത്യന്താധുനിക ശാസ്ത്രം പെട്ടെന്ന് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്നു ഭാരതീയ ഉപനിഷത്ത് ചിന്താധാരകളുടെ സത്യങ്ങൾ. If the modern science has to move further, it can move only through Indian Upanishad. ആധുനിക ശാസ്ത്രം ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഭാരതത്തിൻ്റെ അതിഗഹനമായ ഉപനിഷത്തിലൂടെ മാത്രമേ പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെയും ഡെൻമാർക്കിനെയും ബന്ധിപ്പിക്കുന്ന 27 കിലോമീറ്റർ നീളമുള്ള കണിക പരീക്ഷണത്തിൻ്റെ ഒരു വശത്ത് അർദ്ധനാരീശ്വരൻ്റെ 11 അടി പൊക്കമുള്ള പ്രതിമയാ വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് ഗണപതിയുടെയും. ഇന്ത്യയിലല്ല പരീക്ഷണം നടക്കുന്നത്, സ്വിറ്റ്സർലൻഡിൽ. അതിൻ്റെ ഒരു വശത്ത് അർദ്ധനാരീശ്വരൻ, മറുവശത്ത് ഗണപതി. പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിൻ്റെ ആരംഭവും അവസാനവും ഭാരതീയ വീക്ഷണങ്ങളിൽ. അപ്പം ഈ 4 സന്ദേശം മഹാവാക്യങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. മഹാവാക്യങ്ങൾ. ആ ആത്മചൈതന്യത്തെക്കുറിച്ച് സിസ്റ്റർ എന്നോട് അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞത്. എന്താ ആത്മചൈതന്യം എന്നറിയോ? ധാരാളം പേര് പറയാറുണ്ട് എന്നിൽ നിലനിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ആത്മചൈതന്യം. സത്യം അതാണ്. നമ്മൾ ബാഹ്യമായിട്ടുള്ളത് പലതും പഠിച്ചിട്ടുണ്ട്, ആന്തരികമായിട്ടുള്ളത് പലതും പഠിച്ചിട്ടില്ല. എൻ്റെ കണ്ണ് എങ്ങനെയാ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്? ഏത് കാഴ്ച ഞാൻ കാണുമ്പോഴും അതിൻ്റെ ഒരു രൂപം എൻ്റെ കണ്ണിലൂടെ അകത്ത് ചെന്ന് തലച്ചോറിനകത്ത് നിൽക്കുന്നു.
ആനയെ കണ്ടാൽ ആനയുടെ രൂപം തലച്ചോറിനകത്ത് നിൽക്കും. എങ്ങനെയാ രൂപം തലച്ചോറിനകത്ത് നിൽക്കുന്നത്? CD ആയിട്ടാണോ, ഫ്ലോപ്പി ഡിസ്ക് ആയിട്ടാണോ, ഫോട്ടോഗ്രാഫ് ആയിട്ടാണോ, കെമിക്കലായിട്ടാണോ? എങ്ങനെയാ രൂപം നിൽക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഞാനൊരു പാട്ട് പാടിയെന്ന് വിചാരിക്കുക, ഒറ്റ കമ്പീനാദം അടിയെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള വരി നിങ്ങൾ പറയും. ഇത്രയും നേരം ചിന്തിക്കാട്ടിൻ്റെ ആ വരി കേട്ടപ്പോൾ അടുത്ത വരിയിലേക്കുള്ള കണക്ഷൻ തലച്ചോറിൽ നിന്ന് എങ്ങനെയാ വന്നത്? കണ്ണടച്ചിരിക്കുന്ന വ്യക്തിയുടെ മൂക്കിൽ മുല്ലപ്പൂ കൊണ്ടുപോയാൽ തുറന്ന് നോക്കാതെ ഇത് മുല്ലപ്പൂവാണെന്ന് പറയാൻ അയാൾക്ക് സാധിക്കുന്ന ചൈതന്യം തലയ്ക്കകത്ത് എങ്ങനെ ഉണ്ടായി? കണ്ണ് കെട്ടി ഗാന്ധാരിയെ പോലെ ഇരുന്നവൻ്റെ വ്യക്തിയുടെ നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞ് സാമ്പാർ ഒഴിച്ചു കൊടുത്ത അവിയലിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അയാൾ എന്തു പറയും? നാക്കിലൊഴിച്ചത് സാമ്പാറാണ്, താൻ എന്നോട് ചോദിക്കണത് അവിയലാണെന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ പറയും. ഏത് ശക്തിയാ ഇയാളെ നാക്കിലൊഴിച്ചത് സാമ്പാറാണെന്ന് പറയിപ്പിച്ചത്? സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നോട് പറയും, സാമ്പാറിൻ്റെ ടേസ്റ്റ് അറിയാൻ ഇത്ര വലിയ വിഷമമുണ്ടോ സാറേ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് തലയ്ക്കകത്ത് എവിടെയാ വെച്ചിരിക്കണേ? സാമ്പാറായിട്ടാണോ വെച്ചിരിക്കുന്നത്? സാമ്പാറായിട്ടാണ് തലയ്ക്കകത്ത് വെച്ചതെങ്കിൽ അത് തലയ്ക്കകത്ത് കയറുന്ന ദിവസം കൃഷ്ണ രാമ ഗോവിന്ദ. സാമ്പാറായിട്ടാണ് തലയ്ക്കകത്ത് നിൽക്കുന്നതെങ്കിൽ കയറിയ നിമിഷം അയാൾ തീരും. ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ വാത്താപ്പി ഗണപതിം ഭജേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഇത് ചെമ്പയുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയുന്നത് ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ തലയ്ക്കകത്തുള്ളത് കൊണ്ടല്ല. പിന്നെ എങ്ങനെ? ഈ ശരീരത്തിൽ 60,000 കിലോമീറ്റർ ദൂരം ഒരു മിനിറ്റിൽ രക്തം പ്രവഹിക്കുന്നു. തലച്ചോറിനകത്ത് 49 ബില്യൺ മെമ്മറി പെക്സ് ഉണ്ട്. 1.25 കിലോമീറ്ററിനകത്ത് 68 പ്രാവശ്യം എൻ്റെ ഹാർട്ട് അടിക്കുന്നു, 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. കർക്കിടക മാസം കഴിഞ്ഞിട്ടാണ് ചിങ്ങത്തിൽ മഴ പെയ്തതെങ്കിലും ഈ ലോകത്തിലെ 703 കോടി ജനതയുടെയും മൂക്ക് താഴത്തേക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഇതെങ്ങാനും തിരിച്ചായിരുന്നു, കയ്യിൽ പോപ്പി കൊട ഇല്ല എങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യുക? മൂക്ക് തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കുക, റോഡ് മുറിച്ച് കിടക്കണം, കയ്യിൽ കൊടയില്ല, എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ആരോ ഒരാൾ തീരുമാനിച്ചു മൂക്ക് താഴത്തേക്ക് മതി എന്ന്. ആരോ ഒരാൾ തീരുമാനിച്ചു കടുക് വറുക്കുന്ന സമയത്ത് ഒരു കടുക് പൊട്ടി കണ്ണിലേക്ക് വന്നാലും കണ്ണടയ്ക്കാനുള്ള മെക്കാനിസം വേണം. മൂക്കി കയറിയാലും വലുതായിട്ടൊന്നും സംഭവിക്കില്ല. മൂക്കടയ്ക്കാനുള്ള മെക്കാനിസം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശരീരത്തിൽ 186 അസ്ഥികളുള്ളപ്പോഴും നാക്കിന് അസ്ഥി വേണ്ടാന്ന് തീരുമാനിച്ചു. എത്ര വലിയ IAS കാരനായാലും 32 പല്ലു മതിയെന്ന് തീരുമാനിച്ചു. ആണായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ താഴെ മീശ വേണം, പ്രയോജനം ഇല്ലെങ്കിലും പെണ്ണാണെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? എത്ര ചോദ്യങ്ങളുണ്ട് ഇത് പ്രകാരം? ഇതിന് ഒരു ഉത്തരേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, where the ultra modern physics or science has come to an abrupt end, there starts ancient Indian Upanishadic philosophy. അത്യന്താധുനിക ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. കണ്ണെങ്ങനെ പ്രവർത്തിക്കുന്നു, മൂക്കെങ്ങനെ പ്രവർത്തിക്കുന്നു, നാക്കെങ്ങനെ പ്രവർത്തിക്കുന്നു, തലച്ചോറിലെ ഓർമ്മകൾ എങ്ങനെ നിലനിർത്തുന്നു, ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, എൻ്റെ ശ്വാസകോശം എങ്ങനെ പ്രവർത്തിക്കുന്നു, രക്തം എങ്ങനെ പ്രവഹിക്കുന്നു, ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ A, B, C, D, E, F, K എങ്ങനെ അത് മാത്രം വലിച്ചെടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എൻ്റെ രക്തം എത്തിക്കുന്നു. ഒന്നും അറിഞ്ഞുകൂടാ എന്നറിയണമെങ്കിൽ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്ന നമ്മൾ ഇടയ്ക്കൊന്നകത്തേക്ക് നോക്കണം. അറിഞ്ഞുകൂടാ എന്നറിയണമെങ്കിൽ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്ന നമ്മൾ ഇടയ്ക്കൊന്നകത്തേക്ക് നോക്കണം. ഈശാവാസ്യ ഉപനിഷത്തിലെ 15ാമത്തെ മന്ത്രമുണ്ട്.
14, 15 ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണോ സത്യധർമായ ദൃഷ്ടയേ. സംസ്കൃതം ആയതുകൊണ്ട് ഇന്ത്യക്കാർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് സത്യസ്യ മുഖം അഭിഹിതം, സത്യത്തിൻ്റെ മുഖം കവർ ചെയ്തിരിക്കുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് സത്യത്തിൻ്റെ സർഫസ് കവർ ചെയ്തിരിക്കുന്നു. ആ സത്യത്തിൻ്റെ തിളക്കമല്ല പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത്, ആ കവറിൻ്റെ തിളക്കാണ്. സ്വർണ്ണ നിറത്തിലുള്ള കവറിൻ്റെ തിളക്കമാണ് അത് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം സത്യം കാണണമെങ്കിൽ എന്താ വേണ്ടത്? തത്ത്, ആ കവറ്, ത്വം, നിങ്ങൾ, പൂഷൻ അപാവൃണു, ചൈതന്യവത്തായ അറിവിൻ്റെ പ്രകാശം കൊണ്ട് ആ കവറൊന്ന് മാറ്റണം. അപ്പം എന്ത് കാണാം? തേജോ യത്തേ രൂപം കല്യാണതമം ദത്തേ പശ്യാമി യോസാവസൗ പുരുഷ സോഹമസ്മി. നല്ല രസം, നാക്ക് വളയുമെങ്കിൽ അത് സ്പീഡിൽ ചൊല്ലുമ്പോഴും ഒരു രസ. തേജോമയമായ രൂപം, തത്ത്, അതിനെ, തേ, എല്ലാവരും, ഞാനും, പശ്യാമി യോസാവസൗ പുരുഷ സോഹമസ്മി. ആ ബ്രഹ്മചൈതന്യം, ബ്രഹ്മകുമാരീസ് എന്ന വാക്ക് എവിടെ നിന്നുണ്ടായോ ആ ബ്രഹ്മചൈതന്യം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പ്രജാപിത എന്ന പ്രപഞ്ച പുരുഷ ചൈതന്യം, അതുത്ഭവിച്ച കല്യാണതമം മംഗളകരമായ തത്വത്തെ രൂപം, മംഗളകരമായ രൂപം ഞാനും അവരും കാണുന്നു. എങ്ങനെ കാണുന്നു? യോസാവസൗ പുരുഷ സോഹമസ്മി, എന്നിൽ തന്നെ, അഹമസ്മി, എന്നിൽ തന്നെ ഉള്ള ചൈതന്യമാണ് ആ കവറ് മാറ്റുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കവറ് മാറ്റുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡിസ് കവർ അല്ലേ? കവറ് മാറ്റുന്നതിന് ഇംഗ്ലീഷിൽ എന്താ വാക്ക്? ഡിസ് കവർ. അതിവിടെ ഉണ്ടായതാ 4000 BC-യിൽ യജ്ഞവൽക്യ മഹർഷി. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ച ചൈതന്യം നിലനിൽക്കുന്നത്, അത് ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കും. 80% പ്രശ്നം ഈ ലോകത്തിൽ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ പേരിലാണെന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ പ്രശ്നം ഉണ്ടാവാൻ കാരണം ദൈവം എന്നിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് എന്ന് ധരിക്കുമ്പോഴായി പ്രശ്നം ഉണ്ടാവുന്നത്. എന്നിൽ തന്നെ ഉള്ള ചൈതന്യം, ഏത് ചൈതന്യമാണോ മൂക്ക് താഴത്തേക്കാക്കിയത്, ഏത് ചൈതന്യമാണോ ആനയുടെ രൂപം തലച്ചോറിനകത്ത് നിലനിർത്തിയത്, ഏത് ചൈതന്യമാണോ സാമ്പാറിൻ്റെ ടേസ്റ്റ് തലയ്ക്കകത്ത് വെച്ചത്, ഏത് ചൈതന്യമാണോ മനുഷ്യന് 32 പല്ല് മതി എന്ന് തീരുമാനിച്ചത്, ഏത് ചൈതന്യമാണോ ഹാർട്ട് 68-70 പ്രാവശ്യം ഇടിക്കണമെന്ന് തീരുമാനിച്ചത്, ഏത് ചൈതന്യമാണോ എൻ്റെ ശരീരത്തിനകത്ത് 60,000 കിലോമീറ്റർ ദൂരം 1 മിനിറ്റിൽ രക്തം പ്രവഹിക്കണമെന്ന് തീരുമാനിച്ചത്, ആ ചൈതന്യം അകത്തുള്ളയിടത്തോളം ഇത് ശിവം ആണ്. ശിവം. അതിതിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇത് ശവം ആവും. ശിവം അകത്ത് ഉള്ളപ്പോൾ ശിവം, അത് പുറത്തു പോയാൽ ശവമാവും. ആ ചൈതന്യം ജീവാത്മാവെന്ന് പറയുന്നു. ആ ജീവാത്മാവ് പരിശുദ്ധമാണ്. പക്ഷേ ജീവാത്മാവിനോട് ചേർന്നിരിക്കുന്ന ശരീരം ചെയ്യുന്ന തിന്മകൾ ആ ജീവാത്മാവ് കാരിയറായിട്ട് നിലനിൽക്കുന്നു എന്ന് സയൻസ് പറയുന്നു. ഇങ്ങനെയാത് വെറുതെ നോക്കാം. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേന മിക വൈരിണം. എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ തോന്നുന്നു എനിക്ക് കള്ളനോട്ടടിക്കണമെന്ന്, എനിക്ക് കൈക്കൂലി വാങ്ങിക്കണമെന്ന്,
എനിക്ക് മദ്യപിക്കണമെന്ന് ജീവനുള്ള പശുവിനെ കൊന്ന് രക്തം വാർന്ന് വീഴുന്ന ആ ഇറച്ചി കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവനെ കൊല ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ശരീരം, ആത്മാവ് സാക്ഷിഭാവത്തിൽ നിലനിൽക്കുന്നു. ഏതുപോലെയാ? ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സാറേ ജീവാത്മാവ് ഈശ്വരൻ്റെ ഭാഗമാണെങ്കിൽ ഇയാൾ എന്താ കള്ളനായത്, കൈക്കൂലിക്കാരനായത്? ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, എല്ലാ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുന്ന കാറുകൾ എല്ലാ സ്ഥലത്തും ഇടിക്കണില്ലല്ലോ. എന്താ ഇടിക്കാത്ത? പെട്രോളിൻ്റെ കുഴപ്പമാണോ കാർ ഇടിക്കുന്നത്? ഓടിക്കുന്ന ആളുടെ കുഴപ്പമാണോ കാർ ഇടിക്കുന്നത്? പെട്രോളിൻ്റെ കുഴപ്പമാണെങ്കിൽ എല്ലാ കാറും ഇടിക്കണം. അപ്പോൾ പെട്രോളിൻ്റെ കുഴപ്പമല്ല, അത് വണ്ടി കൈകാര്യം ചെയ്യുന്നവൻ്റെ കുഴപ്പമാണ് ഒരു വാഹനം ഇടിക്കുന്നത്. അതുപോലെ എന്നിലും എല്ലാവരിലും ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിനെ വെച്ചു പുലർത്തുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഇൻഹറൻ്റ് ഇൻട്രിൻസിക് ക്വാളിറ്റി അത് തെറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ ചെയ്ത തെറ്റ് അത് അയാൾ അനുഭവിക്കണം. ഏതുപോലെ? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. സർ ഐസക് ന്യൂട്ടനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാവും. അപ്പോൾ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അതിൻ്റെ അർത്ഥം എന്താ? രത്നാകരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാൽമീകി രാമായണം എഴുതിയ ആ കാട്ടിൽ തട്ടിപ്പറിച്ച് ജീവിച്ചിരുന്ന വ്യക്തി സപ്തഋഷിമാരുടെ ഭാണ്ഡങ്ങൾ എടുത്തപ്പോൾ സപ്തഋഷിമാർ ചോദിച്ചു, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, നീ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത് നിൻ്റെ മക്കളും ഭാര്യയും എല്ലാം കഴിക്കും, പക്ഷെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കുമോ എന്ന് ചോദിച്ചു. ഇപ്പം രത്നാകരൻ പറഞ്ഞു, തീർച്ചയായിട്ടും അവരനുഭവിക്കും. എന്നാ ഒന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. വലിയ PhD ഒന്നുമില്ല രത്നാകരൻ്റെ ഭാര്യയ്ക്ക്, വലിയ ക്വാളിഫിക്കേഷനും ഇല്ല. അമ്മച്ചി അടുത്ത് വന്നപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. സർ